നമ്മൾ പാകിസ്ഥാനി ഹെന്നാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് മാർക്ക് ചെയ്തത്. ഇനി നമ്മളെ കൈയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ നമ്മൾ ഒരു ചരിച്ചിട്ട് ലൈന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതേപോലെ അടുപ്പിച്ചിട്ട് ഒരു 4 ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് സെന്ററത്തെ ലൈന് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് സെയിം ഷേപ്പ് തന്നെ ഒന്ന് ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. എത്ര വേണമെന്ന് വെച്ചാൽ 3 സ്ഥലത്തും മാർക്ക് ചെയ്തിട്ട് ലൈൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 ലൈന് വീണ്ടും അവിടെയും കൊടുക്കുകയാണ്. എന്നിട്ട് സെന്ററിലുള്ളതൊന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ 3 കേവ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഹംസാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ ഇത് ഫില്ലാവും വിധം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് എലമെന്റ്സ് പഠിച്ചില്ലേ, അത് തന്നെയാണ്. നമ്മൾ 3 കേവ് വരയ്ക്കുക, എന്നിട്ട് ഹംസ് കുഞ്ഞതായിട്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് പ്രഷറിങ് കൊടുത്ത് ഒരുപാട് മൈലാഞ്ചി വരണ്ട. നമ്മൾ പേപ്പറിൽ ടച്ച് ചെയ്തിട്ട് വരച്ചാൽ മതി കേട്ടോ. കുറച്ച് മൈലാഞ്ചി വരുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇത് ഫില്ലാവും വിധം മൊത്തത്തിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫില്ലായി. ഇനി നമ്മളിത് അതിൻ്റെ താഴേക്ക് വീണ്ടും ഒരു ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ ആർച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഏകദേശം ലൈൻസ് എവിടേക്കാണ് വരുന്നതെന്നൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഓരോരോ പോയിന്റും ഡോട്ട് ഇട്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കേവ് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വീണ്ടും കേവ് വരയ്ക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ഫില്ലിങ്ങാണ് ചെയ്യേണ്ടത്. ഫില്ലിങ് ഏതെങ്കിലും കുഞ്ഞു ഡിസൈൻസ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഹംസാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഹംസ് സാവധാനം ചെയ്താൽ മതി. വീഡിയോ ഫാസ്റ്റ് ആക്കിയതാണ്. കുഞ്ഞു ഹംസ് ഇത് ഫില്ലാവും വിധം ഇതുപോലെ കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ ഫില്ലായി. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് ഇതുപോലെ തിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം പതിയെ, പിന്നെ കുറച്ചൊന്ന് പ്രഷറിങ് കൊടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ തിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സെൻറ്ററിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പാണ് വരയ്ക്കേണ്ടത്. സെൻറ്ററിലേക്കാണ് ഒക്കെ വരയ്ക്കേണ്ടത് കേട്ടോ. നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈൻസ് അപ്ലൈ ചെയ്യാം. ഇനി അതിനൊന്ന് ചെക്സ് ആക്കി മാറ്റണം. ഓപ്പോസിറ്റിലും ലൈൻ ഇട്ട് കൊടുക്കുക. ലൈനൊക്കെ പൊക്കി പിടിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരേ ഡിസ്റ്റൻസിൽ ചെയ്യാം. അത് മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് ഒന്ന് ചെയ്താൽ ഒന്ന് ചെയ്യണ്ട, അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. മൊത്തത്തിൽ ഒരെണ്ണം ചെയ്താൽ ഒരെണ്ണം ചെയ്യണ്ട, വീണ്ടും ഒരെണ്ണം ഫില്ല് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ നമ്മളിതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഡോട്ട് പോലെ ഒന്ന് പ്രഷറിങ് കൊടുത്താൽ ഫില്ലായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഔട്ടർ പോർഷൻ വരയ്ക്കാണ്. ഒരു 2 ലൈന് നമുക്ക് വരച്ചു വെക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഹംസാണ് ചെയ്യുന്നത്. ചുറ്റിലും ഹംസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് മുകളിലേക്ക് ഒരു ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ താഴേക്ക് ചെയ്ത് അതേപോലെ ആർച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. കണ്ടോ, കുറച്ച് മുകളിലേക്കായിട്ട് ആർച്ച് വരച്ചു കൊടുത്തു. ഇനി ഓപ്പോസിറ്റിലും ഏകദേശം അതുപോലെ ഡോട്ടഡ് ലൈൻ ആദ്യം ഇട്ട് നോക്കുക. അപ്പോൾ ഏകദേശം കറക്റ്റ് റെഡി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനൊന്ന് തിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിനകത്ത് നമ്മൾ മൊത്തത്തിൽ സ്പൈറലാണ് കൊടുക്കുന്നത്. നല്ല നീറ്റായിട്ട് മൊത്തത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് സ്പൈറലാണ്. സ്പൈറൽ അധികം ചുറ്റിച്ചു കൊടുക്കുന്നില്ല, ഒന്നൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അധികം മൈലാഞ്ചി വരുന്നുമില്ല കേട്ടോ. പേപ്പറിൽ ടച്ച് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഓക്കെ, മൊത്തത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഔട്ടർ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ ഔട്ടർ വരയ്ക്കാം, അല്ലെങ്കിൽ താഴെ ചെയ്ത പോലെ ഡയറക്റ്റ് നമുക്ക് ഫില്ലിങ് കൊടുക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഔട്ടർ വരച്ചിട്ട് അതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നീറ്റിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഔട്ടർ വരച്ചിട്ട് തിക്കും ചെയ്ത് കൊടുക്കുക.